ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്ബിറ്റ് പ്രോജക്ട്. നോളജ് ഷെയറിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മൈക്രോ കൺട്രോളർ ആൻഡ് മൈക്രോ പ്രോസസ്സറുകളെ പറ്റിയാണ്. ഇവ ഉപയോഗിച്ചാണ് നമ്മുടെ ഭൂരിഭാഗം ഇലക്ട്രോണിക് ഡിവൈസുകളും ഇന്ന് വർക്ക് ചെയ്യുന്നത്. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനാൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇനി ബാക്കിയുള്ള വീഡിയോസ് എല്ലാം വരാൻ പോകുന്നത്. ഇൻ്റഗ്രേറ്റഡ് ഡിവൈസുകളുടെ അഥവാ ഐസികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് നാം പരിചയപ്പെട്ടു. ഐസികളിൽ പ്രവർത്തനം നിയന്ത്രിച്ചിരുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന കമ്പോണൻസിൻ്റെയും അവ തമ്മിലുള്ള സർക്യൂട്ട് കണക്ഷൻ്റെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ അപ്ഡേറ്റായി കമ്പോണൻസിന് പകരം വലിയ സർക്യൂട്ടുകളെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അവയുടെ പ്രവർത്തനം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുവാൻ ഇൻ്റഗ്രേഷൻ ടെക്നിക്സ് വളർന്നു. ഇതിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെ എംബഡഡ് പ്രോഗ്രാമിംഗ് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കാം. ഇങ്ങനെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒരു പ്രത്യേക ആപ്ലിക്കേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന സിസ്റ്റത്തെയാണ് നാം എംബഡഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. എംബഡഡ് സിസ്റ്റം സാധാരണയായി ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് മൈക്രോ കൺട്രോളേഴ്സ്. എന്താണ് മൈക്രോ കൺട്രോളർ എന്ന് പറയാം? സിംപ്ലി കമ്പ്യൂട്ടർ ഓൺ എ സിംഗിൾ ചിപ്പ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമായ സർക്യൂട്ടുകളെ എല്ലാം ഒരു സിംഗിൾ ചിപ്പിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തതാണ് മൈക്രോ കൺട്രോളർ. അതുകൊണ്ട് തന്നെ ഇവയെ ഒരു മൈക്രോ കമ്പ്യൂട്ടർ എന്ന് വിളിക്കാം. മൈക്രോ കൺട്രോളറുടെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. CPU, RAM, ROM, IO പോർട്സ്, ADC, DAC, ടൈമർ ആൻഡ് ക്ലോക്സ്, ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ മദർ ബോർഡിൽ എന്തൊക്കെയുണ്ടോ അവയെല്ലാം ഒരു സിംഗിൾ ചിപ്പിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് മൈക്രോ കൺട്രോളറിൽ. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന മൈക്രോ കൺട്രോളറുകൾ സിംഗിൾ ചിപ്പിൽ പ്രവർത്തിക്കുന്നതിനാൽ തന്നെ പവർ കൺസപ്ഷൻ വളരെ കുറവായിരിക്കും, ലോ കോസ്റ്റുമായിരിക്കും. പെരിഫറൽ ഡിവൈസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടി മൈക്രോ കൺട്രോളറിൽ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോട്ടോകോൾസ് ആണ് I2C, UART, SPI തുടങ്ങിയവ. മെമ്മറി, സ്റ്റോറേജ് എന്നിവ ഓൺ ചിപ്പ് ആയതുകൊണ്ട് തന്നെ സൈസ് വളരെ കുറവായിരിക്കും. RAM 2KB to 256KB, ഇന്റർണൽ സ്റ്റോറേജ് 32KB to 2MB ആയിരിക്കും. നാം പറഞ്ഞു, മൈക്രോ കൺട്രോളറിൻ്റെ പ്രവർത്തനം ഒരു സോഫ്റ്റ്വെയറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇവയാണ് നാം എംബഡഡ് പ്രോഗ്രാം എന്ന് വിളിച്ചത്. ഓരോ ഇൻപുട്ടിനനുസരിച്ചോ അല്ലെങ്കിൽ നിശ്ചിത സമയക്രമത്തിലോ എങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്നും ഔട്ട്പുട്ട് നൽകണമെന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് എംബഡഡ് പ്രോഗ്രാം. എംബഡഡ് പ്രോഗ്രാം ചെയ്യുന്ന ഒരു പ്രോഗ്രാമർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എംബഡഡ് സിസ്റ്റം ഹാർഡ്വെയർ, എംബഡഡ് സിസ്റ്റം ടൈപ്പ്, അങ്ങനെ കുറച്ച് സെവറൽ ക്യാരക്ടർ. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് പവർ സപ്ലൈ, പ്രോസസ്സർ, മെമ്മറി, ടൈമേഴ്സ്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്സ്, ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് സർക്യൂട്ടുകൾ ആൻഡ് സിസ്റ്റം ആപ്ലിക്കേഷൻ സ്പെസിഫിക് സർക്യൂട്ട്സ്. എഡ്യൂക്കേഷൻ പർപ്പസിനായി എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന വിധം മൈക്രോ കൺട്രോളറിനെയും അനുബന്ധ സർക്യൂട്ടുകളെയും സിംഗിൾ ബോർഡിൽ ആക്കിയതാണ് ഓർഡിനോ പോലുള്ള ഡെവലപ്മെന്റ് മൊഡ്യൂളുകൾ. ഇനി എന്താണ് മൈക്രോ പ്രോസസ്സറുകൾ എന്ന് പറയാം. പ്രോസസ്സറുകൾക്ക് എക്സാമ്പിൾ ആണ് 8086, Pentium, i3, i5, i7. ഇവയെല്ലാം നമ്മുടെ PC-യിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ലളിതമായി പറഞ്ഞാൽ ഇവയെ പ്രൊസസ്സർ ഓൺ എ സിംഗിൾ ചിപ്പ് എന്ന് വിളിക്കാം. അതായത് മൈക്രോ പ്രോസസ്സറിനുള്ളിൽ പ്രോസസ്സിംഗ് യൂണിറ്റും അതിന് സഹായിക്കുന്ന കുറച്ച് രജിസ്ട്രേഷൻ മാത്രമാണുള്ളത്. ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ALU, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റർ അറേ, ഇത്രയും മാത്രമാണ് ഒരു പ്രോസസ്സറിനുള്ളിലുള്ളത്. ബാക്കി മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, ഇവയെല്ലാം നമ്മൾ ഇൻ്റർഫേസ് ചെയ്യേണ്ടവയാണ്. മൈക്രോ പ്രോസസ്സേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൾട്ടിപ്പിൾ ടാസ്ക് റണ്ണിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരേ സമയം ഒന്നിലധികം ജോലികൾ ചെയ്യുക.
മറ്റൊരു വാചകത്തിൽ പറഞ്ഞാൽ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൈക്രോ പ്രോസസ്സേഴ്സ് ഉപയോഗിച്ചാണ്. ഇനി ഇവയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നാം പറഞ്ഞു മൾട്ടിപ്പിൾ ടാസ്ക് ഒരേ ടൈം ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് പവർ കൺസപ്ഷൻ കൂടുതലായിരിക്കും. കോസ്റ്റ് കൺട്രോളറിനേക്കാളും കൂടുതലായിരിക്കും. റാം, സ്റ്റോറേജ് ഇവയെല്ലാം എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ 512 MB to 32 GB റാമും 128 GB to 2 TB സ്റ്റോറേജ് എക്സ്റ്റേണൽ സ്റ്റോറേജും നമുക്ക് യൂസ് ചെയ്യാം. ഇന്റർഫേസിന് വേണ്ടി USB, UART, ഹൈ സ്പീഡ് ഇന്റർനെറ്റ് തുടങ്ങിയ പോർട്ടുകൾ നമുക്ക് യൂസ് ചെയ്യാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് മൈക്രോ കൺട്രോളറുകളുടെയും മൈക്രോ പ്രോസസ്സറുകളുടെയും ഒരു കമ്പാരിസൺ ചാർട്ടാണ്. ഇത്രയും നേരം നാം പറഞ്ഞ ഡിഫറൻസസ് എല്ലാം ഒരു സിംഗിൾ ചാർട്ടിലാക്കിയതാണ്. ഇതിൽ നിന്നും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പലപ്പോഴായി കേട്ടിട്ടുള്ള മറ്റൊരു സംശയമാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ ഒരു എംബഡഡ് സിസ്റ്റം ആണോ അതോ മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് ഡിവൈസ് ആണോ എന്ന്. ഒരു കൂട്ടം പ്രവർത്തനങ്ങളെ മൈക്രോ കൺട്രോളറുകൾ ഉപയോഗിച്ചും മറ്റൊരു കൂട്ടം പ്രവർത്തനങ്ങളെ മൈക്രോ പ്രോസസ്സറുകൾ ഉപയോഗിച്ചും വർക്ക് ചെയ്യുന്ന ഒരു കമ്പൈൻഡ് ഡിവൈസ് ആണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. മൈക്രോ കൺട്രോളർ, മൈക്രോ പ്രോസസ്സർ ആൻഡ് എംബഡഡ് സിസ്റ്റംസ് ഇവയെല്ലാം എന്താണെന്നുള്ള ഒരു ബേസിക് ഐഡിയാസ് ഈ വീഡിയോയിൽ നിന്ന് ലഭ്യമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.